സർ, നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ബി ജെ പിയുടെ ദേശീയ നേതാവ്, ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് 2ാം തവണയാണ് ഒരു മാസത്തിനിടയ്ക്ക് കേരളം സന്ദർശിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് ഒരു മാസം മുമ്പ് കേരളത്തിലെത്തിയിരുന്നു. അന്ന് ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു. ഇപ്പോഴിതാ ഇന്ന് അദ്ദേഹം കൊച്ചിയിൽ എത്തുകയാണ്. പ്രവർത്തകരെ കാണും. കൊച്ചിയിൽ മറ്റു ചില പാർട്ടി നിയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി തയ്യാറാക്കിയിരിക്കുന്ന മറ്റു പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. എന്താണ് സാർ ഈ അമിത്ഷാ അടിക്കടി കേരളത്തിൽ വരുന്നത്? പണ്ട് നരേന്ദ്രമോദി അടിക്കടി തൃശ്ശൂരിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മിന്നുന്ന ജയം അവിടെ സംഭവിച്ചു. ഇപ്പോൾ അമിത്ഷാ ഇങ്ങനെ നിരന്തരം കേരളത്തിൽ സന്ദർശിക്കുന്നത് എന്തിൻ്റെ സൂചനയാണ്? അമിത്ഷായുടെ വരവ് ഒരു വെറും വരവല്ല. അതുപോലെ എനിക്ക് തോന്നുന്നത് അമിത്ഷായുടെ വാക്കും വെറും വാക്കല്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞു BJP 2026 കേരളം ഭരിക്കുക. വേറെ ആര് പറഞ്ഞിരുന്നുവെങ്കിലും ഞാനതൊരു വിടുവായുത്തരമായിട്ടും വേറെ എന്തോ ഒരു തമാശയായിട്ട് ഒക്കെ പണ്ട് സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അതിപ്പോഴും അത് കണ്ടിട്ട് ആൾക്കാരുടെ ചിരി ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴ് അമിത്ഷാ അങ്ങനെയുള്ളതല്ല, വലിയ തന്ത്രങ്ങളുള്ള ആളാണ്. ചില കാര്യങ്ങൾ നീക്കമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് നമുക്ക് മനസ്സിലായല്ലോ സാർ. ഒറ്റ രാത്രി കൊണ്ടാണ് ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത്. ഒരു പ്രശ്നം ഉണ്ടായില്ല. വളരെ ലളിതമായിട്ട് അദ്ദേഹം ആ സാധനം ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് അതിനെ അങ്ങ് എടുത്ത് കളയുകയായിരുന്നു. പിന്നീടത് സഭയിൽ പാസ്സാക്കി. ഇതൊക്കെ ഇതുപോലുള്ളൊരു അച്ചുതണ്ട് വേണം. അമിത്ഷാ, നരേന്ദ്രമോദി, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നേരത്തെ ഇതുപോലുള്ളവരുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നമ്മളൊക്കെ ഇപ്പം എത്രയോ നമ്മുടെ ബഹുദൂരം നമ്മൾ മുമ്പിൽ നമ്മുടെ നാട് പുരോഗമിച്ചു എത്തിയേനെ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്നത് കേരളത്തില് ഇത്തവണ മുൻപില്ലാത്ത തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി കളയണ്ട. അതിന് അമിത്ഷാ പറയുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് താഴെ തട്ടിലുള്ള അടിത്തറ എന്ന് പറയുന്നത്. ആ അടിത്തറ വീട് പണിയുമ്പം ബേസ്മെന്റ് അല്ലേ ഏറ്റവും സ്ട്രോങ് ആയി വരേണ്ടത്. വളരെ ബലം വേണം. ഇല്ലെങ്കിൽ നമ്മൾ എത്ര നില വീട് പണിയാൻ ഉദ്ദേശിക്കുന്നോ അതിനനുസരിച്ചുള്ള ബേസ്മെന്റ് ഇടുന്നു. അപ്പോൾ ആ തരത്തില് കെട്ടുറപ്പുള്ളതാക്കി തീർക്കുക. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ആദ്യത്തെ ഫലം വരേണ്ടത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അത് അമിത്ഷായുമായിട്ട് എടുത്ത തീരുമാനമായിരിക്കും. ഓരോ നേതാക്കന്മാർ പറയുന്നുണ്ട് ഞാൻ ഇന്ന മണ്ഡലമാണ് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നു നിങ്ങൾ ഓരോരുത്തരും ഓരോ മണ്ഡലത്തിൽ പൊക്കോളൂ, പ്രവർത്തിച്ചോ. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് നല്ല റിസൾട്ട് ഇങ്ങോട്ടെത്താം, അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ സ്ഥാനാർത്ഥിയാകാം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ നിയമസഭയിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു കേഡർ പാർട്ടികൾ ഈ സംവിധാനമൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഈ തരത്തിലുള്ള നീക്കമൊന്നും നടത്തിയിട്ടില്ല. നമുക്കറിയാം CPM-കാരൊക്കെ ഏത് തരത്തിലാണ് സീറ്റ് വിഭജനം നടത്തുന്നത്. ഇപ്പോഴത്തെ കേരളത്തിന്റെ രാഷ്ട്രീയം വെച്ചാൽ LDF-നും UDF-നും ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. മരണ വെപ്രാളത്തിൽ രണ്ടുപേരും പോരാടുകയാണ്. പക്ഷെ BJP-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല. കാരണം ഒരു MLA പോലും ഇവിടെ ഇല്ല. അപ്പോൾ ഭരണം നേടിയെടുക്കുക എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷെ എങ്കിലും അവർ ഒട്ടും വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അല്ല, ഇതിനകത്ത് ഈ കാര്യങ്ങൾ വളരെ തന്ത്രപൂർവ്വമാണ് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നപ്പോഴേ 3-4 ജില്ലകളിലുള്ള തലത്തിലുള്ള താഴെത്തട്ടിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ളൊരു കൂടിക്കാഴ്ചയായിരുന്നു. എറണാകുളത്ത് കൂടുന്നു, അതും അത്തരത്തിലുള്ള ചില കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടാകുകയാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കണം പ്രവർത്തനങ്ങൾ, എത്രത്തോളം വാർഡുകൾ കേന്ദ്രീകരിക്കണം. ഇപ്പൊ നിയമസഭയിലേക്ക്, ഇപ്പൊ പാർലമെന്റിലേക്ക് 20 സീറ്റ് ക്ലാസ് തിരിച്ചു. നിയമസഭയിലേക്കും
അവരതുപോലെ ക്ലാസ് തിരിക്കുന്നുണ്ട്. ഈ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിലേക്ക് അമിത്ഷാ കടന്നിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് നടക്കുന്നുണ്ട്, പക്ഷേ പുറമേക്ക് അത് കാണിക്കുന്നില്ല. കാരണം ഇത് വരട്ടെ, ഈ തദ്ദേശം കഴിയുമ്പോഴേക്കും അതിലേക്ക് കടന്നാൽ മതി. കാരണം ഇതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. കാരണം ഇനി 1-2 മാസമേ ഉള്ളൂ. അതെ, നവംബർ അവസാനം ഡിസംബർ ആദ്യം നടത്തണം. അതെ, നടക്കുകയാണ്. ഡിസംബർ ആദ്യം പുതിയ ഭരണസമിതി അധികാരത്തിൽ വരിക. അപ്പൊ ഇത് ഇവിടെ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ. ഇത് ഇപ്പൊ തന്നെ പല മുനിസിപ്പാലിറ്റികൾ, 1-2 മുനിസിപ്പാലിറ്റികൾ കയ്യിലുണ്ട്. 15 മുനിസിപ്പാലിറ്റി അല്ലേ പിടിച്ചെടുക്കണം എന്നാണ്. 15 നടന്നില്ലെങ്കിൽ 5 അവർ മനസ്സിൽ കാണുന്നുണ്ടെന്നുള്ളതാണ്. അല്ല സാർ, 5 എണ്ണമൊക്കെ ജയിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പാലക്കാടും പന്തളവും കയ്യിലുണ്ട്. പിന്നെ അവർ നോക്കുന്നത് വർക്കലയും കൊടുങ്ങല്ലൂരുമാണ്. കാരണം നിസ്സാര വോട്ടുകൾക്കാണ് തോറ്റുപോയത്, നിസ്സാര വോട്ടുകൾക്കാണ് ചില സീറ്റുകൾ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് മാത്രം അവർക്ക് ഈ പറയുന്നത് പോലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും പാലക്കാട് BJPക്ക് ഭരിക്കാൻ പറ്റുന്നു. 2 കോർപ്പറേഷൻ കയ്യെത്തും ദൂരത്ത് നിൽക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം. തൃശ്ശൂരിൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തില് ഇവിടെ എല്ലാം ഈ അമിത്ഷായുടെ വരവ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ എല്ലാം സ്ട്രാറ്റജി, രാഷ്ട്രീയ തന്ത്രം മെനയുന്നത് അമിത്ഷായായിരിക്കും. അതിനകത്ത് രാജീവ് ചന്ദ്രശേഖരനോ PK കൃഷ്ണദാസനോ V മുരളീധരനോ K സുരേന്ദ്രനോ ശോഭയ്ക്കോ ഒന്നും പ്രത്യേകിച്ച് പങ്കുണ്ടാവില്ല. പക്ഷേ അമിത്ഷായുടെ താല്പര്യങ്ങളും അമിത്ഷായുടെ നിർദ്ദേശങ്ങളും അനുസരിച്ചായിരിക്കും ഇവർ പ്രവർത്തിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലേക്ക് പോവുക. ആ മണ്ഡലങ്ങളിലേക്ക് അവിടെ സ്ഥാനാർത്ഥിയാകേണ്ട ഒരാൾ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ആ പഞ്ചായത്ത് മുഴുവനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് തലത്തിലേക്ക് BJP വ്യാപിക്കണം. അതാണ് അമിത്ഷാ. അപ്പൊ ആ ഒരു മണ്ഡലത്തില് എത്ര പഞ്ചായത്തുണ്ടോ ആ ഓരോ പഞ്ചായത്തിന്റെ ആവശ്യം മനസ്സിലാക്കാൻ കഴിയും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുമ്പോട്ടെടുത്ത് വെക്കാം. പിന്നെ ഇവിടെ ഇപ്പോൾ ഓരോ പഞ്ചായത്തിനും പ്രകടന പത്രിക തന്നെ തയ്യാറാക്കണമെന്ന് പറയുന്നുണ്ട്. ഓരോ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ആലപ്പുഴയിലുള്ള ഒരു ജില്ലയിലുള്ള ഒരു പഞ്ചായത്തിന്റെ ആവശ്യമായിരിക്കത്തില്ല വയനാട് ജില്ലയിലുള്ള ഒരു പഞ്ചായത്തിന്റെ ആവശ്യം. തൊട്ടടുത്തുള്ള കൊല്ലത്ത് ആയിരിക്കില്ല. വയനാടിന്റെ ഭൂമിശാസ്ത്രം വേറൊന്നാണ്, ആലപ്പുഴയുടെ നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. കൊല്ലം കുറെ കൂടെ വ്യത്യസ്തമാണ്. ഇപ്പൊ നോക്കി, ആലപ്പുഴയിൽ എന്ന് പറയുമ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അവർക്ക് അവിടെ ചിലപ്പോൾ ബോട്ട് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വേണ്ടത്. വയനാടാണെന്നുണ്ടെങ്കിൽ വന്യമൃഗശല്യവും മണ്ണിടിച്ചിലിൽ നിന്നുമൊക്കെ തങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അപ്പൊ അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഈ തരത്തിൽ പിന്നെ പ്രകടന പത്രിക മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുമായിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അത് വലിയൊരു പിന്നെ ഇടപെടലായി മാറി അതിന് വോട്ട് ലഭിക്കുന്ന രീതി. അത് ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചുവരെഴുത്തുകളോ പോലെ അല്ല. ജനങ്ങളോട് നേരിട്ട് ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ സംവദിക്കുകയാണ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു മെച്ചം. അപ്പൊ ഇപ്പോഴേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അത്രയും സമയം കിട്ടുകയാണ്. ഈ സമയം മുഴുവൻ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് അമിത്ഷായുടെ താല്പര്യം. അപ്പോൾ എന്തായാലും മോണിറ്റർ ചെയ്യാൻ കൂടി അല്ലേ അദ്ദേഹം വരുന്നു. ഇനിയിപ്പോ വരുന്ന ഉടനെ 100 ദിന കർമ്മ പദ്ധതികളും. 100 ദിനം എന്ന് പറയുമ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞു. 3 മാസത്തെ കാലയളവേ ഉള്ളൂ. അപ്പോൾ വൻ പാക്കേജുമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരവ്.